കോഴിക്കോട് ലളിതകല ആർട്ട് ഗാലറിയിൽ എം.ടി കാലം കാഴ്ച എന്ന പേരിൽ ചിത്രപ്രദർശനമൊരുക്കി. നിരവധി ആളുകളാണ് ചിത്രപ്രദർശനത്തിന്റെ ഭാഗമായത്. ഒരു വൈകുന്നേരം ഞാൻ കടം വാങ്ങട്ടെ. എല്ലാ വൈകുന്നേരവും ഞാൻ ആവശ്യപ്പെടുന്നില്ല. തന്റേതായ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന എം.ടി, ഗൗരവക്കാരനായ എം.ടി. ചില നല്ല സൗഹൃദങ്ങൾ ഒരു ചെറുപുഞ്ചിരി നൽകി ചേർത്ത് വെക്കുന്ന ചിത്രങ്ങൾ മുതൽ കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ വരെ പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. ഫോട്ടോയ്ക്ക് ഒരിക്കൽ പോലും മുഖം നൽകാത്ത ഈ ഗൗരവക്കാരന്റെ 100-ലധികം ഫോട്ടോകളാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. എം.ടി എന്ന എഴുത്തുകാരനെയും ചലച്ചിത്രകാരനെയും അടുത്തറിയാൻ കഴിയുന്നവയായിരുന്നു ഓരോ ചിത്രങ്ങളും. ചിരിക്കാത്ത ഗൗരവക്കാരനായ എം.ടി ആയിരുന്നില്ല മറ്റു പലർക്കും എം.ടി വാസുദേവൻ നായർ. ഒരു ദുരന്തത്തിന്, പരാജയത്തിന് ഒരു വ്യക്തിക്ക് അയാളുടെ ദൗർബല്യങ്ങൾ കാരണമാകുന്നുണ്ടെങ്കിൽ ഒരു വിജയത്തിനും അതിൻ്റെ പിറകിൽ സവിശേഷമായ ഗുണങ്ങളുണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ എം.ടി തൊട്ട മണ്ഡലങ്ങളിലെല്ലാം വിജയിക്കാൻ കാരണം സവിശേഷമായ ഒരേ ഒരു ഗുണം എം.ടിയുടേതാണ്. അത് സമകാലത്തെയും സഹജീവികളെയും ആഴത്തിലറിയാനുള്ള കഴിവാണ്. കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ ഇങ്ങനെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന എഴുത്തുകാർ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. സഹജീവികളെ മനസ്സിലാക്കാൻ കഴിയും. സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ സഹജീവികളിലേക്ക് പരസംക്രമം നടത്തുന്നതാണ്, പരക്ലേശ വിവേചനമുണ്ടാക്കുന്നതാണ്. പക്ഷെ എഴുത്തുകാർക്ക് സാറിന് എഴുതുമ്പോഴേ ഉണ്ടാവാറുള്ളൂ, എഴുതി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള പല ആൾക്കാർ. പക്ഷെ എം.ടിക്ക് ആ സമയത്തും മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കണം, പുറമേക്ക് കാണിക്കൊന്നുമില്ല, ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാലത്തെ ആഴത്തിൽ മനസ്സിലാക്കുന്ന എഴുത്തുകാരൻ കാലത്തെ അങ്ങോട്ട് വിധിക്കും, അല്ലെങ്കിൽ കാലത്തെ അങ്ങോട്ട് നിർണയിക്കും. അതാണ് എം.ടി ചെയ്യുന്നത്. സീനിയർ ജേർണലിസ്റ്റ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരിക്കൽ കൂടി എം.ടിയെ ആളുകളിലേക്ക് എത്തിച്ചത്. ഓർമ്മകളിൽ നിന്നും ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ വരികൾ പോലെ തന്നെയാണ് ഓരോ ചിത്രങ്ങളും. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.